നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ട്രിവാൻഡ്രത്തേക്കാണ് കലോത്സവം കാണാനായിട്ട്. സമയം ഇപ്പോൾ ഏകദേശം 4:30 ആയിട്ടുണ്ട്. ടീച്ചർ ഓൾറെഡി തിരുവനന്തപുരത്തുള്ളതുകൊണ്ട് തന്നെ ഞാനും നന്ദും കൂടി തൃശ്ശൂരിൽ നിന്ന് നേരെ ട്രെയിൻ കയറി. നമ്മൾ ചെന്ന് ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ടിയൊന്നും വന്നില്ല. അപ്പോൾ തന്നെ ട്രെയിനും വന്നു. കലോത്സവം ആയതുകൊണ്ട് തന്നെ ടിക്കറ്റൊന്നും കിട്ടാനുണ്ടായിരുന്നില്ല. നമ്മൾ നേരെ ജനറലിലാണ് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് നന്ദുവിൻ്റെ അമ്മ ഫുഡൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. നല്ല ദോശയും ചമ്മന്തിയൊക്കെ കഴിച്ച് നമ്മളങ്ങനെ യാത്ര തുടർന്നു. ഭക്ഷണമൊക്കെ കഴിച്ച് ഓരോർക്കം കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ തിരുവനന്തപുരം എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് പിന്നെ നേരെ റൂമിലേക്ക് ടീച്ചർ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് റൂമിലെത്തി നേരെ ആറ്റുകാൽ പോകാനായിട്ട് റെഡിയായി. അപ്പോഴാണ് ശ്രദ്ധ പ്രാക്ടീസിന് വേണ്ടി വന്നത്. ശ്രദ്ധയുടെ കോമ്പറ്റീഷനാണ് നാളെ ഉള്ളത്. അങ്ങനെ പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് നമ്മൾ ആറ്റുകാലിലേക്ക് പോവാണ്. അങ്ങനെ നമ്മളൊരു ഓട്ടോയൊക്കെ എടുത്ത് ആറ്റുകാലിലേക്ക് പോവാണ്. പോകുന്ന സമയത്തൊക്കെ നല്ല ട്രാഫിക്കായിരുന്നു. എന്നാലും നമ്മൾ കറക്റ്റ് സമയത്ത് തന്നെ അമ്പലത്തിലെത്തി. നമ്മൾ അമ്പലത്തിലെത്തിയ സമയത്ത് പൂമൂടൽ നടക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ ദീപാരാധനയൊക്കെ തൊഴുത് പുറത്തിറങ്ങിയ ശേഷം അവിടെ അടുത്ത് തന്നെ ഒരു ഇന്ത്യൻ കോഫി ഹൗസ് ഉണ്ടായിരുന്നു. അവിടെ നിന്നൊരു മസാല ദോശയൊക്കെ കഴിച്ച് നേരെ റൂമിലേക്ക് പോയി. റൂമിലെത്തി ഒന്ന് ഫ്രഷ് ആയ ശേഷം ഞങ്ങൾ കിടന്നു. നമ്മുടെ പ്രിയപ്പെട്ടവരോടൊപ്പം അൺപ്ലാൻഡ് ആയിട്ടുള്ള ഓരോ യാത്രയും നമുക്കെപ്പോഴും നല്ലൊരു ഓർമ്മയായിരിക്കും അല്ലേ?